രാജാതിരാജനും കർത്താതികർത്തനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് മാത്രം മഹത്വം. യശയ്യാവിന്റെ പുസ്തകം 30:18 ഇങ്ങനെ വായിക്കാം: അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനപ്രകാരം ആരാണ് ഭാഗ്യവാന്മാർ? ആമേൻ, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ആമേൻ കർത്താവിന് വേണ്ടി കാത്തിരുന്ന 5 കുടുംബങ്ങളെ പറ്റി നോക്കാം. അവർക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ പറ്റിയും. ആമേൻ, ഹല്ലേലൂയ. ആദ്യം ആമേൻ ഇന്ന് ആമേൻ ഹല്ലേലൂയ എബ്രഹാം സാറയുടെ കാര്യം നോക്കാം. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് അവർക്ക് ഒരു തലമുറയുടെ വാഗ്ദത്തം കൊടുത്തു. പക്ഷേ എങ്കിലും വർഷങ്ങളായി അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. ആമേൻ, ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം കാണുവാൻ. ആമേൻ, ഹല്ലേലൂയ. അതിന്റെ ഒടുവിൽ ദൈവം അവർക്കൊരു തലമുറയെ നൽകി. അവന്റെ പേര് ആമേൻ ഹല്ലേലൂയ ഐസക്. ആമേൻ, ഹല്ലേലൂയ. അതിന് അർത്ഥം ആമേൻ ചിരി. ആമേൻ, ചിരിയുടെ പുത്രൻ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അവരെ കാത്തിരിപ്പിന്റെ അവസാനം എന്താണ് കിട്ടിയത്? അവർക്ക് സന്തോഷം ലഭിച്ചു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അവരുടെ നാവിനെ, അവരുടെ ജീവിതത്തിനെ സന്തോഷം കൊണ്ട് നിറച്ചു. ആമേൻ, ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 8:21 ഇങ്ങനെ വായിക്കാം: അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ കാത്തിരിക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അതിന്റെ അവസാനം ആമേൻ, ഹല്ലേലൂയ, ആമേൻ ദുഃഖമല്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ നാവിനെ, നമ്മുടെ അധരങ്ങളെ, നമ്മുടെ ജീവിതത്തിനെ സന്തോഷം കൊണ്ട് നിറയ്ക്കും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെങ്കിലും വിഷയമേൽ കാത്തിരിക്കുകയാണോ? ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറപ്പോടെ ആമേൻ നാവ് തുറന്ന് പറയണം, ഇതിന്റെ അവസാനം ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സമയമാകുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, ഈ വിഷയമേൽ ഞാൻ ലജ്ജിച്ചല്ല പോകുന്നത്. ആമേൻ, ഹല്ലേലൂയ. എന്റെ നാവിനെ, എന്റെ അധരങ്ങളെ, എന്റെ ജീവിതത്തിനെ ദൈവം സന്തോഷം കൊണ്ട് നിറയ്ക്കും. ആമേൻ, ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.